ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് വരട്ടിയതാണ്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ 1 കിലോ ബീഫ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചെറിയുള്ളി, ഒരു 2 തക്കാളി ചെറുതായി മുറിച്ചത്, ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ബീഫിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കുക്കർ അടിച്ച് വെച്ച് ഒരു 6 മുതൽ 7 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് ചേർക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയൊക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ട് വരട്ടിയെടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇറക്കി ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയാണ്. നെക്സ്റ്റ് ടൈം വീട്ടിൽ പത്തിരിയോ പുട്ടോ ഉണ്ടാക്കുന്ന ദിവസം ഈ ബീഫ് വരട്ടിയതൊന്ന് ട്രൈ ആക്കി നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.